പ്രൈസ് ഗോഡ്. വെൽക്കം ടു ഹോളി സ്പിരിറ്റ്. വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ. നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ, നിങ്ങളായിരിക്കുന്ന ദേശത്തിൻ്റെ മേൽ ഇത് കേൾക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരട്ടെ. ഇന്നത്തെ ചിന്തക്കായിട്ട് ഗലാത്യർ 5-ാം അധ്യായം എൻ്റെ 1-ാമത്തെ തിരുവചനം. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രയാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ ഓഗസ്റ്റ് മാസം 15-ാം തീയതി നമുക്കറിയാം, ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യത്തിലോട്ട് വന്നിട്ട് ഹല്ലേലൂയ ഇത്രയധികം വർഷങ്ങൾ പിന്നിടുമ്പോൾ നാം ഒരു കാര്യം വളരെ മനസ്സിലാക്കേണ്ടതായ ഒരു ദിവസമാണ് ഓഗസ്റ്റ് 15. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഇവിടുത്തെ സകലരുടെയും ഒരുമിച്ചുള്ള യജ്ഞമാണ് ഇന്ത്യക്ക് അടിമത്തിൽ നിന്നൊരു വലിയ സ്വാതന്ത്ര്യം ലഭിച്ചത്. എന്നാൽ ഇന്ന് നാം സ്വാതന്ത്ര്യത്തിലാണോ എന്ന് നാം നമ്മെ തന്നെ പരിശോധിക്കേണ്ട ഒരു സമയത്തിനകത്ത് ഇപ്പോൾ നമ്മളായിരിക്കുന്നു. എന്താണ് സ്വാതന്ത്ര്യം? ഇന്ന് ആ സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? ഇത് വെറും ഒരു ആഘോഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആ ദിവസം വരും, പതാക ഉയർത്തും, പാർലമെൻറ്റിലും രാജഭവനിലും തലസ്ഥാനത്തും അതുപോലെ സ്റ്റേറ്റുകളിലും വിദ്യാലയങ്ങളിലും എവിടെയെല്ലാം ഗവൺമെൻറ് സ്ഥാപനമുണ്ട് അവിടെയെല്ലാം വലിയ ആഘോഷങ്ങളായിട്ട് ഇത് പോകുന്നു. പക്ഷേ ഇന്ന് ആ ആഘോഷം അല്ലെങ്കിൽ അതിന് മുന്നോടിയായി അതിനെ നയിക്കുന്നവർക്ക് പോലും ഒരു സ്വാതന്ത്ര്യത്തിലാണോ എന്നുള്ള കാര്യം നാം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പൗലോസ് പറയുന്നത്, ക്രിസ്തുവിൽ ഞാൻ നിങ്ങളെ സ്വതന്ത്രരാക്കി. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ദൈവവേദനയിലെ നാം സ്വാതന്ത്ര്യമാക്കപ്പെട്ടിരിക്കുന്നു. എവിടെയാണ്? ക്രിസ്തുവിൽ. അകത്തെ മനുഷ്യൻ സ്വാതന്ത്ര്യമുള്ളവനാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ പിന്നെയും അടിമനുഖത്തിൽ പോയി ഈ ശരീരത്തിലുണ്ടായിരുന്ന പാപവും ശാപവും എല്ലാം കർത്താവിൻ്റെ ക്രൂശീകരണ സമയത്ത് നമ്മളെ സ്വതന്ത്രയാക്കി. പിന്നെയും ആ അടിമനുഖത്തിൽ പോയി കുടുങ്ങരുത്. ഹല്ലേലൂയ. ഇന്ന് അതിൻ്റെ 6-ാമത്തെ വാക്യം പറയുന്നതിനാണ്, ക്രിസ്തു യേശുവിൽ പരിച്ഛേദനയല്ല അഗ്രചർമ്മവുമല്ല. ഹല്ലേലൂയ. പരിച്ഛേദനയല്ല അഗ്രചർമ്മവുമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമത്രേ. ഹല്ലേലൂയ. അപ്പോൾ ക്രിസ്തു സ്നേഹമാണ്. ആ സ്നേഹമാണ് നമ്മളിൽ വ്യാപരിക്കുന്നത്. ആ സ്നേഹത്തെ ഹല്ലേലൂയ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തതുകൊണ്ടല്ല. ഹല്ലേലൂയ. എന്നാൽ ദൈവം നമ്മളിൽ നിന്ന് അനേകരിലോട്ട് ജീവനായി ഒഴുകുമ്പോൾ ഹല്ലേലൂയ അവർ ഫ്രീഡത്തിലോട്ട് വരുവാനായിട്ട് ഇടയാകും. ഹല്ലേലൂയ. പൗലോസ് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ നന്നായിട്ട് ഓടിയിരുന്നവരാ, നിങ്ങൾ നന്നായിട്ട് അധ്വാനിച്ചവരാ, പക്ഷേ സത്യം അനുസരിക്കാതിരിപ്പാൻ നിങ്ങൾ ആരൊക്കെയോ അതിൽ നിന്നും വ്യതിചലിപ്പിച്ചു കളഞ്ഞു. വിശ്വാസഗോളത്തിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നൊരു കാര്യം. ഹല്ലേലൂയ. നമുക്കറിയാം, കർത്താവിൻ്റെ അപ്പോസ്തലന് മാത്രമേ ഈ ഒരു സ്വാതന്ത്ര്യത്തെക്കുറിച്ച് എഴുതുവാൻ ആത്മാവ് വെളിപ്പെടുത്തി കൊടുത്തുള്ളൂ. അതിനു മുമ്പേ കൂടെ നടന്ന അപ്പോസ്തലന്മാർക്ക് കഴിഞ്ഞില്ല, ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല. ഹല്ലേലൂയ. കാരണം എന്താണ് സ്വാതന്ത്ര്യം? ക്രിസ്തുവിലുള്ള ആ സ്വാതന്ത്ര്യത്തെ അനുഭവിച്ച വ്യക്തിയാണ് പൗലോസ്. അതുകൊണ്ടാണ് പൗലോസ് പറയും, ഈ ലോകത്തിലുള്ളതെല്ലാം ചപ്പും ചവറുമെന്ന് ഞാൻ എണ്ണുന്നു. എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം ഞാൻ സ്ഥിരതയോടുകൂടി ഞാൻ എവിടെ എത്തണമെന്ന് ആഗ്രഹിക്കുന്നോ അവിടെ ഞാൻ എത്തും. ക്രിസ്തുവാകുന്ന ട്രാക്കിൽ നമ്മളിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നു. പ്രിയ ദൈവമക്കൾ, ഇത് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ട്രാക്ക് വിട്ട് മാറിപ്പോകാതിരിപ്പാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ മോഹങ്ങളെ ക്രൂശിച്ചുകൊണ്ട് വിളിക്കപ്പെട്ട ക്രിസ്തുവിന് വേണ്ടി, തിരഞ്ഞെടുക്കപ്പെട്ട ക്രിസ്തുവിന് വേണ്ടി സ്വാതന്ത്ര്യത്തിൽ നിങ്ങളെ ദൈവം നിർത്തിയിരിക്കുമ്പോൾ ആ ഫ്രീഡത്തിൽ നിങ്ങൾ എഴുന്നേൽക്കുക. നിങ്ങളുടെ ചെറുതും വലുതും സകല ആവശ്യങ്ങളും നടത്തിത്തരുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. ആമേൻ. അതുകൊണ്ട് ഇത് കേൾക്കുന്ന നിങ്ങളോട് റിക്വസ്റ്റ്, ഈ ഫ്രീഡം ഈ സ്വാതന്ത്ര്യ ദിനം നമ്മൾക്ക് ക്രിസ്തുവിനെ കൊടുക്കുന്ന ആ ഫ്രീഡത്തിലൂടെ അനേകരെ ചേർക്കുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.